ഹായ് ഓൾ, നമുക്കിന്ന് പ്ലസ് ടു ബയോളജിക്കകത്ത് ബോട്ടണിയുടെ അകത്ത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് പ്രോസസ്സസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ താഴെ വരുന്ന തേർഡ് പ്രോസസ്സ് നമുക്ക് നോക്കിയാലോ. ഇതിന്റെ ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള ഐസൊലേഷൻ ഓഫ് DNA ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് പ്രോസസ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടുന്നുണ്ട്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ബിഫോർ വി എൻഡ് ടു ദ വീഡിയോ, ഒരു സന്തോഷമായിട്ടുള്ള വാർത്ത നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള റീച്ച് ലേണിംഗ് എഡ്ജിലേക്ക് ഓൺലൈൻ ബാച്ചിലേക്ക് 9, 10, +1 ആൻഡ് +2 എന്നീ ക്ലാസ്സുകളിലേക്ക് സ്റ്റേറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ICSE ആൻഡ് +1 ഉള്ള ISC എല്ലാ സിലബസിൻ്റെയും ഓൺലൈൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് തുടങ്ങിയിട്ടുണ്ട് ഫോർ ദ ബാച്ച് ഓഫ് 2026-27. ഇതിൽ 9th-നും 10th-നും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നീ സബ്ജക്റ്റിലേക്ക് അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. +1 ആൻഡ് +2ലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റിലേക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട്. പ്യുവർലി ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സാണ്. ക്ലാസ്സസ് എല്ലാം നടക്കുന്നത് ഗൂഗിൾ മീറ്റിലൂടെയാണ്. ആൻഡ് വി ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ലൈൻ ഓഫ് ടീച്ചിങ് ഫാക്കൽറ്റീസ് ഹു ആർ ഓൾ നീറ്റ് ക്വാളിഫൈഡ് ആൻഡ് മെഡിക്കൽ സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് മീ. ആൻഡ് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ഇറ്റ് വിൽ ബി ലൈക്ക് പ്യുവർലി ഓൺ ആൻഡ് ഓഫ്ലൈൻ എക്സ്പീരിയൻസ്. സോ ഇപ്പം അഡ്മിഷൻസ് ആർ ഗോയിങ് ഓൺ. അതിന് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ജോയിൻ അസ്. സോ ലെറ്റ്സ് എൻജോയ് ആൻ ഓൺലൈൻ ക്ലാസ് ദാറ്റ് ഫീൽസ് പ്യുവർലി ലൈക്ക് ആൻ ഓഫ്ലൈൻ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം അല്ലെങ്കിൽ അപ്പാരറ്റസ് എന്താണെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ജെൽ ഇലക്ട്രോ ഫോഴ്സസ്. അപ്പൊ നോക്കാം, ജെൽ ഇലക്ട്രോ ഫോഴ്സസ് രണ്ട് വാക്കാണ് അല്ലേ. അപ്പൊ ആദ്യം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ പേരിൽ എന്താണ് സിഗ്നിഫിക്കൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിന്റെ ഫസ്റ്റ് വേർഡ് എന്താ? ജെൽ. പിന്നീട് എന്താ വരുന്നത്? ഇലക്ട്രോ ഫോഴ്സസ് എന്നാ വരുന്നത്. അപ്പൊ ഫസ്റ്റ് വേർഡ് ജെൽ. എന്താണ് ഇവിടെ നമുക്ക് ജെൽ എന്ന് വരാനുള്ള കാര്യം നോക്കാം. നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ താഴെ വരച്ചിട്ടുള്ളതാണ് എന്ത്, നമുക്ക് ഒരു ഇതിന് യൂസ് ചെയ്ത ഒരു അപ്പാരറ്റസിന്റെ ഒരു സാമ്പിൾ. ഓക്കെ, നമ്മളിങ്ങനെ വരുന്ന ഒരു ചെറിയൊരു ട്രേ പോലത്തെ ഒരു മെഷീനാണ് സംഭവം. ആക്ച്വലി ഇത് ഇലക്ട്രിസിറ്റിയിൽ റൺ ചെയ്യുന്ന ഒരു ചെറിയൊരു മെഷീനാണ്. അതിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ പോലെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു അപ്പാരറ്റസിന് ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നമുക്കിപ്പോ ഇവിടെ ഒരു സർഫസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോർമൽ ഇപ്പൊ ഈ ബോർഡിന്റെ മുകളിൽ ഈ ഒരു വൈറ്റ് ഷീറ്റ് ഉള്ളത് പോലെ നമുക്ക് ഈ മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു അപ്പാരറ്റസിൽ നമുക്ക് ഇവിടെ എന്തുണ്ടാവും, ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെട്രിക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വെള്ളം എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു വെക്കുന്നത് പോലെ നമ്മളൊരു ചെറിയൊരു മെട്രിക്സ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതൊരു ജെല്ലാണ്. അപ്പൊ അത് എന്ത് ജെല്ലാണ്? അതൊരു അഗറോസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജെല്ലാണ്. എന്താണ്? അഗറോസ് ജെൽ. ഓക്കെ, സോ അഗറോസ് എന്ന് പറയുന്ന ജെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അപ്പാരറ്റസ് ബേസിക് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതായത് അതിന്റെ ആ ഫില്ലിംഗ് ആണ് എന്ത്, അഗറോസ് എന്ന് പറയുന്ന ജെൽ. സോ ബേസിക്കലി അഗറോസ് എന്ന് പറയുന്ന സംഭവം എന്താ, നമ്മുടെ സീവീഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ റെഡ് ആൽഗെ. ഓക്കെ, നമ്മൾ +1 ബോട്ടണിക്കകത്ത് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ താഴെ ആൽഗീസ് പഠിക്കുന്ന സമയത്ത് റോഡോഫൈസി അല്ലെങ്കിൽ റെഡ് ആൽഗെ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഇത് ആക്ച്വലി ഇതേ ടേമോടെ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അഗറോസ് എന്ന് പറയുന്നത് ആക്ച്വലി റെഡ് ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ. നമ്മൾ സീവീഡ് ജനറൽ പറയുമ്പോൾ റെഡ് ആൽഗീസ് ആർ മോസ്റ്റ്ലി സീവീഡ്സ്. അപ്പം സീവീഡാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് എടുക്കുന്ന ഒരു നാച്ചുറൽ പോളിമർ ആയിട്ടുള്ള ഒരു ജെല്ലാണ് സംഭവം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ള ഈ മെട്രിക്സ് ഫില്ല് ചെയ്തിട്ടോ ഉള്ളത്. അത് എന്തിനാണെന്നുള്ളത് നമുക്കിപ്പോൾ പോകുന്ന വഴി നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് അഗറോസ് ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദ നെയിം ജെൽ ഇലക്ട്രോഫോർസ്. അപ്പം പേരിലുള്ള ജെല്ലായി. ഇനി നമുക്കുള്ളതാണ് എന്ത്? ഇലക്ട്രോ ഫോഴ്സസ്. ഫോഴ്സസ് മീൻസ് സെപ്പറേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു സംഭവം സെപ്പറേറ്റ് ആയി പോവുക എന്നുള്ളതാണ് നമുക്ക് ഫോഴ്സസ്. അപ്പൊ നമുക്ക് അതിന് മുമ്പുള്ള വേർഡ് ഇലക്ട്രോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിസ് മെഷീൻ ദാറ്റ് റൺസ് ഓൺ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് യൂസ് ചെയ്ത ഈ മെഷീന് റൺ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഇലക്ട്രോ ഫോഴ്സ്. അപ്പൊ പേരിന്റെ സിഗ്നിഫിക്കൻസ് ആയി ഇതിനകത്തുള്ള ഒരു മേജർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കവറപ്പ് ആയി. അതായത് നോർമലി ഇത് +2 പഠിക്കുന്ന സമയത്തിൽ CBSE-കാർക്കാണെങ്കിൽ, സ്റ്റേറ്റുകാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ISC-കാർക്കാണെങ്കിൽ നോർമലി ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമുക്ക് ജനറലി ഇതേപോലെ ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരച്ച് നമുക്ക് കുറച്ച് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് കാണാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഫില്ലപ്പോൾ അതേപോലെ തന്നെ നീറ്റുകാർക്ക് ഇത് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിനകത്ത് എന്ത് മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ഓക്കെ. അതിന്റെ കൂടെ നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളതാണ് ഇന്നത്തെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ബന്ധം.
ഇലക്ട്രിസിറ്റിയുടെ ഒരു ബന്ധം വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഇതിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബേസിക്കലി ഇത് അങ്ങനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് മൂവ്മെന്റ് നമ്മൾ എടുക്കുന്ന സമയത്തിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, ഒരു പോസിറ്റീവ് എൻഡും ഉണ്ടാവും, നെഗറ്റീവ് എൻഡും ഉണ്ടാവും. കാരണം ജനറലി ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയാൻ കറണ്ട് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കറക്റ്റാണ് കറണ്ട് എന്ന് പറയാം. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണെങ്കിൽ അത് ഇലക്ട്രിസിറ്റി ആവുന്നുള്ളൂ. എന്തെങ്കിലും ഒരു സംഭവം മൂവ് ചെയ്താൽ ഇറ്റ് ഇസ് കോൾഡ് കറണ്ട്. അപ്പൊ നമുക്കിവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഇസ് കോൾഡ് ഇലക്ട്രിസിറ്റി. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ പോസിറ്റീവ് എൻഡും ഉണ്ട്, നെഗറ്റീവ് എൻഡും ഉണ്ട്. അപ്പൊ എന്താ ഈ പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും നമ്മുടെ DNA തമ്മിലുള്ള ബന്ധം എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. ബേസിക്കലി DNA ഈസ് നെഗറ്റീവ്ലി ചാർജ്. അതെങ്ങനെയാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നത്? നമുക്ക് ജനറലി DNA പാക്കേജിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് നമ്മുടെ +2 മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ താഴെ, നമ്മൾ ചാപ്റ്ററിന്റെ താഴെ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമുണ്ട് പാക്കേജിംഗ് ഓഫ് DNA. പാക്കേജിംഗ് ഓഫ് DNAക്കകത്ത് നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട് ഹിസ്റ്റോൺ. എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് വന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ടെന്ന് പറയും. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ജനറലി നെഗറ്റീവ്ലി ചാർജ്. അപ്പോൾ അവിടെ എങ്ങനെ നെഗറ്റീവ്ലി ചാർജ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്തിൽ അതിൽ സൈഡ് ചെയിൻസിൽ എന്തുണ്ടാവും, നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി എന്താവുന്നത്, DNAക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പം DNA ഇസ് ജനറലി നെഗറ്റീവ്ലി ചാർജ്. എപ്പോഴും അറിഞ്ഞിരിക്കുക, ഓപ്പോസിറ്റ് പോൾസ് തമ്മിലായിരിക്കും എന്ത് ചെയ്യുക, അട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ ഫിസിക്സിനകത്ത് നമ്മൾ മറ്റേ നോർത്ത് പോൾ സൗത്ത് പോൾ മാഗ്നറ്റ് പഠിക്കുന്ന സമയത്താണെങ്കിലും ശരി, അതല്ലാതെ എപ്പോഴാണെങ്കിലും ഒരു ഓപ്പോസിറ്റ് പോൾസ് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ DNA ഇസ് നെഗറ്റീവ്ലി ചാർജ്. അപ്പൊ ആരെ കണ്ട് അട്രാക്ട് ആവും, പോസിറ്റീവ് ചാർജിന് അട്രാക്ട് ആവും. അപ്പൊ നമുക്ക് പോസിറ്റീവിനെ കണ്ടാൽ അട്രാക്ട് ആകും എന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ നമുക്കിവിടെ ഉണ്ട്. അതിനെ കൊണ്ടുവച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയോളജി കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ DNA എന്ന് പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് ആയിട്ടുള്ള സംഭവത്തിനെ പോസിറ്റീവ് ചാർജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇതിനെ ആക്ച്വലി എന്ത് ചെയ്യാൻ പോകുന്നത്, സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ആക്ച്വലി നമ്മുടെ DNAയുടെ കണ്ടീഷൻ എന്താ, നമ്മൾ ഫസ്റ്റ് പ്രോസസ് എന്തായിരുന്നു, ഐസൊലേഷൻ ഓഫ് DNA ഫ്രം ആ സെൽ വാളൊക്കെ പൊട്ടിച്ച് അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ഒക്കെ പൊട്ടിച്ച് നമുക്ക് ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയർ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് DNA പുറത്തെടുത്താൽ മതി. അതായിരുന്നു ഫസ്റ്റ്. സെക്കൻഡ് എന്തായിരുന്നു, നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്ത് ഫ്രാഗ്മെന്റേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് വലിയൊരു DNA സ്ട്രാൻഡ്, ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്താൽ നമുക്ക് ഒരു സെല്ലിനകത്ത് 2.2 meters ഓഫ് DNA ഉണ്ട്. അപ്പൊ അതേപോലെ ഏതൊരു സ്പീഷീസിനാണെങ്കിൽ അതിനൊരു ലെങ്ത് ഓഫ് ഒരു ഹ്യൂജ് ലെങ്ത് ഓഫ് DNA ഉണ്ടാവും. അതിന് നമുക്ക് അതേപോലെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിന് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അത് മിക്കപ്പോഴും റാൻഡംലി കട്ടിങ്സ് ആയിരിക്കും. നമ്മൾ മറ്റേ ഇത് പഠിക്കുന്ന സമയത്ത്, ഇലക്ട്രോ അല്ല, നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ പ്രോസസ്സ് പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അത് ഒരു നിശ്ചിത സ്ഥലം വെച്ച് കട്ട് ചെയ്ത് അങ്ങ് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ കട്ട് ചെയ്ത് പോയതിനു ശേഷം നമുക്ക് കുറെ ഫ്രാഗ്മെന്റ്സ് ആയിട്ടായിരിക്കും കിട്ടുക. ഈ ഫ്രാഗ്മെന്റുകളെ നമുക്ക് ആവശ്യമുള്ള ഫ്രാഗ്മെന്റ് ഏതാണെന്നുള്ളത് നമുക്ക് വെറുതെ പോയി പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അതിന് ഓരോരോ ഫ്രാഗ്മെന്റ് കണക്കായി നമുക്ക് മാറ്റിയെടുക്കാം. ഓരോ ഫ്രാഗ്മെന്റ് ഒരു സെറ്റ് ഓഫ് ഫ്രാഗ്മെന്റ്സ് കണക്കായി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ പ്രോസസ്. അപ്പൊ നമ്മൾ ഇതിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള DNA ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ 2 മാർക്കർ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആവും. ഞാൻ ഇപ്പൊ ചേർത്ത് വെച്ചാൽ ചേർന്ന് തന്നെ ഇരിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഇതിന് കൊടുത്താൽ ചിലപ്പോൾ ഇത് ഫ്രണ്ടിലോട്ട് പോവാം, ഇതും അതിന്റെ കൂടെ ഫ്രണ്ടിൽ പോവാം. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് രണ്ടും ഒരേപോലെ പോകണമെന്നില്ല, രണ്ടിനും എന്തുണ്ടാവും, ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു ബേസിസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഡിഫറൻസ് വരുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, സീവിങ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ എങ്ങനെ ഇവിടെ ഡിഫറൻസ് ഉണ്ടാവുക, ഇപ്പൊ ഇത് രണ്ടും ഒരേ മാർക്കറാണ്. അപ്പൊ ഞാൻ മാക്സിമം ടൈം ഞാൻ ഒരേ പ്രഷർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരേ ഫോഴ്സ് കൊടുക്കുമ്പോൾ മാക്സിമം ഒരേപോലെ തന്നെ ആയിരിക്കും ഞാൻ പോവുക. ഞാനിപ്പോൾ ഇവിടെ ഒരു മാർക്കറിനെ മാറ്റി ഞാൻ അതേ സ്ഥലത്ത് ഞാനിവിടെ ഒരു ഡസ്റ്ററിന് വെച്ചു എന്ന് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹെവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചു എന്ന് വെക്കുക. ഇപ്പൊ ഞാൻ ഒരേ ഫോഴ്സ് ഞാൻ ഇവിടെ കൊടുത്താൽ എന്ത് ചെയ്യത്തില്ല, ഇത് മൂവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഇത് മൂവ് ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്യുന്ന പോലെ അല്ല ഇത് മൂവ് ചെയ്യുന്നത്. ഇത് വളരെ പതുക്കെ കുറച്ചേ മൂവ് ചെയ്യത്തുള്ളൂ, ഇത് പെട്ടെന്ന് മൂവ് ചെയ്യും. അതാണ് ഇവിടത്തേത്. നമ്മൾ ഇവിടെ DNA ഫ്രാഗ്മെന്റ്സ് എടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, വലിയ ഫ്രാഗ്മെന്റ് ഉണ്ടാവും, ചെറിയ ഫ്രാഗ്മെന്റ് ഉണ്ടാവും. നമ്മൾ സൈസിന്റെ ബേസിൽ വെയിറ്റ് അല്ലെങ്കിൽ മാസിന്റെ വെയിറ്റിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അത് അങ്ങനെ മൂവ് ചെയ്ത മാസിന്റെ കണക്കിൽ അല്ലെങ്കിൽ വെയിറ്റിന്റെ കണക്കിൽ മൂവ് ചെയ്ത് പോകുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സീവിങ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എത്തിക്കാൻ പറ്റും. സോ എന്താണ് സീവിങ്? സീവിങ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി അരിപ്പയില് നമ്മൾ അതിനെ നമ്മളിങ്ങനെ സീവ് ചെയ്തെടുക്കുക എന്നാ പറയാം. നമ്മൾ നോർമലി ഒരു അരിപ്പ വെച്ച് നമ്മളൊരു സംഭവം അരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ സീവ് ചെയ്യുക എന്നാണ് അതിന് എന്ത് ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ അരിപ്പ എങ്ങനെ വർക്ക് ചെയ്യുക, നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്, ആ ചെറിയ ഹോൾസിലേക്ക് പോകാൻ പറ്റുന്ന അപ്പുറത്ത് പോകും, അതിൻ്റെ അകത്ത് മുകളിൽ കിടക്കും അല്ലേ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ആക്ച്വലി ആ ഒരു സീവിങ് എഫക്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ വലുത് ചെറുതെന്നുള്ള കണക്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് സെപ്പറേറ്റ്. കാരണം നമ്മളിപ്പോൾ ഒരു DNA ഫ്രാഗ്മെന്റ് നമ്മൾ എടുത്താൽ അത് ഇങ്ങനെ ഒരു ചെറിയ ഒരു സെമി ഫ്ലൂയിഡ് കണ്ടീഷനിലായിരിക്കും ഇരിക്കുക.
അപ്പൊ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് മാറ്റുന്നത് പെട്ടെന്ന് മാറി പോകത്തില്ല, അത് മാക്സിമം ഇങ്ങനെ ചേർന്നിരിക്കത്തേ ഉള്ളൂ, അത് പെട്ടെന്ന് ഇങ്ങനെ പോകത്തില്ല. അപ്പൊ നമുക്ക് അവിടെ സീവിങ് എഫക്ട് കൊണ്ടുവന്നാലേ നമുക്ക് അങ്ങനെ വെയിറ്റിന്റെ ഓർഡറിൽ നമുക്ക് ഡിഫർ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റിന്റെ ഓർഡറിൽ കൊണ്ടുവരാൻ വേണ്ടി സീവിങ് എഫക്ട് കൊണ്ടുവരണം. ആ സീവിങ് എഫക്ട് കൊടുക്കുന്ന ആളാണ് എന്ത്, ഈ അഗറോസ് സെൽ. അഗറോസ് സെൽ അപ്പൊ എന്ത് കൊടുക്കും, സീവിങ് എഫക്ട് കൊടുക്കും. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനും ഇവിടെ കവറായി. ഇതും നീറ്റിനകത്ത് പലവട്ടം ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ +2-നകത്ത് നമുക്ക് നോർമലി MCQ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്ന ഒരു സംഭവമാണ് സീവിങ് എഫക്ട്. അപ്പൊ സീവിങ് എഫക്ട് കൊടുക്കുന്ന ആരാണ്, അഗറോസ് സെല്ലാണ്. അതിനാണ് നമ്മൾ ഈ മെട്രിക്സ് ആയിട്ട് അഗറോസ് സെൽ യൂസ് ചെയ്യുക. അപ്പൊ അഗറോസ് സെല്ലിന്റെ പർപ്പസ് ആയി. അപ്പൊ അഗറോസ് സെൽ കൊണ്ട് നമ്മളിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം അത് സീവിങ് എഫക്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറണ്ടിന്റെ റോൾ എന്താ, നമ്മളിപ്പം സീവിങ് എഫക്ട് കൊടുത്താൽ പോരാ, നമുക്ക് ഇവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ അപ്പുറത്ത് തള്ളി കൊണ്ടുപോകാൻ പറ്റണം. നമുക്ക് കൈവച്ച് ഇങ്ങനെ തള്ളി കൊണ്ടുപോകാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവത്തിന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്, നമ്മൾ കറണ്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രഷർ കൊടുക്കാൻ. എങ്ങനെയാ പ്രഷർ ഉണ്ടാവുക, ഇത് DNA നെഗറ്റീവാ, അത് പോസിറ്റീവിലേക്ക്, അത് തന്നെ അട്രാക്ട് ചെയ്യും, അത് തന്നെ പോയിക്കോളും. അതാണ് ഇവിടുത്തെ ബേസിക് മെക്കാനിസം. ഇവിടെ നമുക്കപ്പോൾ ജനറലി എങ്ങനെയാ സംഭവം സെപ്പറേറ്റ് ആവുന്ന, വിത്ത് വെയിറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ മാസിന്റെ ബേസിസിലാണ് നമുക്കിവിടെ DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ആവുന്ന. ടെക്നോളജി ബിഹൈൻഡ് അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാ വർക്ക് ആവുന്ന, സീവിങ് എഫക്റ്റ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ എന്തുകൊണ്ട് നമ്മൾ കറണ്ട് കൊടുത്ത് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു സ്ട്രക്ചറിനകത്ത് എന്തൊക്കെയാ വരുന്നത്, നമുക്കിപ്പോൾ ഇത് അത്ര മെട്രിക്സാ. ഓക്കെ, ഇത് മൊത്തത്തിൽ ഇങ്ങനെ കവറപ്പ് ചെയ്യുന്ന മെട്രിക്സാ. ഇവിടെ ഞാൻ കുറച്ച് ബോക്സസ് വരച്ചിട്ടുണ്ട്. ഇതെന്താ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വെൽസ്, കിണർ. ഓക്കെ, ബെൽ അത് തന്നെയാണ് സംഭവം. ആ ഒരു ചെറിയൊരു പിറ്റ് പോലെ ഇരിക്കുന്നുണ്ടോ, നമ്മൾ അതിനെ കിണർ എന്ന് പറയാം. അപ്പൊ എന്താ അതിന്റെ ഒരു, അല്ലെങ്കിൽ വെൽ എന്നുള്ള പേര് കിട്ടുക, എന്താ അതിന്റെ ഒരു റോൾ. ആക്ച്വലി നമ്മൾ ഒരു സംഭവം ഫില്ല് ചെയ്യണം. ഇപ്പൊ നമുക്കിപ്പോൾ ഈ DNA ഫ്രാഗ്മെന്റ്സ് ഞാനിപ്പം ഇവിടെ റെഡ് കളറിൽ ഇട്ടേക്കുന്നില്ലേ, ഇത് അത്ര എന്താണ് DNA ബാൻഡ്സ് അല്ലെങ്കിൽ DNA ഫ്രാഗ്മെന്റ്സ്. നമ്മൾ നേരത്തെ പൊട്ടിച്ച DNA ഫ്രാഗ്മെന്റ്സ് ആണ്. അപ്പൊ ഇതിനെ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ മെട്രിക്സിന് ചുമ്മാ വാരി എതിറിയാൽ എന്ത് ചെയ്യും, അത് ഇങ്ങനെ ക്ലാഷ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്, വെൽസ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 4 വെല്ല ഞാനിവിടെ വരച്ചിട്ടുള്ളത്. വെൽ നമ്പർ 1, 2, 3 and 4. ആൻഡ് അത് 4 തന്നെ വരണമെന്നില്ല, അത് ഓരോ മെഷീൻ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണെങ്കിൽ ഡിഫറൻസസ് ആർ ദെയർ. ഞാൻ ജസ്റ്റ് 4 എടുത്തതേ ഉള്ളൂ. ഞാനിപ്പോൾ 4 വെല്ല എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പം ഈ DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഡയഗ്രാമാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത ഡയഗ്രാം വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. സോ അതുകൊണ്ട് ഞാൻ ഇത് വരച്ചതേ ഉള്ളൂ. ഇനിഷ്യലി ഇത് എവിടെയായിരിക്കും, നമ്മൾ ഇപ്പോൾ ഈ റെഡ് കളറിനകത്ത് കൊടുത്തുള്ള എന്താ DNA ഫ്രാഗ്മെന്റ്സ്, ഞാൻ അതെല്ലാം ആദ്യം ഇതിനകത്തായിരിക്കും ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള. ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിസിറ്റി കൊടുത്തതിന് ശേഷം അത് മൂവ് ചെയ്ത് പോയി എത്തിയിട്ടുള്ള കണ്ടീഷനാണ് ഇത്. അപ്പൊ ഞാൻ ഇവിടെ ഓരോ വെൽസിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലോഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ അതിനകത്ത് അതിനെ ഫില്ല് ചെയ്യണം. വി കോൾ ദാറ്റ് ആസ് ലോഡിങ്. അപ്പൊ നമ്മൾ ലോഡിങ് എങ്ങനെയാ ചെയ്യുക, നമ്മൾ നോർമലി മൈക്രോ പിപ്പറ്റ്സ് യൂസ് ചെയ്യും. സോ പിപ്പറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ചെറിയ ഒരു ഫില്ല് ചെയ്ത് നമ്മളിങ്ങനെ പണ്ട് ചെറിയ ഈ ഫില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്തില്ലേ, അതായത് കുഞ്ഞിലൊക്കെ ഇരിക്കുന്ന സമയത്തിൽ നമ്മൾ ഫീഡിങ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഫില്ലേഴ്സ് അല്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ് പിപ്പറ്റ്. ഓക്കെ, പിപ്പറ്റ് നമ്മൾ നോർമലി സക്കിൻ ചെയ്തായിരിക്കും യൂസ് ചെയ്യുക. അതിൽ മൈക്രോ പിപ്പറ്റ് ഉണ്ട്, സ്മോൾ ആണ്, ഭയങ്കര ചെറുതായിരിക്കും, കാരണം ദീസ് വെൽസ് ആർ വെരി സ്മോൾ. അപ്പൊ നമുക്ക് ഇതിനകത്ത് മൈക്രോ പിപ്പറ്റ്സ് ചെയ്ത്, വെൽസ് മാത്രമല്ല DNA ഫ്രാഗ്മെന്റ്സ് ആർ ടു സ്മോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ പിപ്പറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്യുക. ആൻഡ് ദർ ആർ മെനി അതർ അപ്പാരറ്റസ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഫിൽ ദ വെൽ. ഓക്കെ, നോർമലി യൂസ് ചെയ്യുന്ന മൈക്രോ പിപ്പറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മൈക്രോ പിപ്പറ്റ്സ് യൂസ് ചെയ്ത് അതേ വെല്ലിന് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് കൊടുക്കണം. കറണ്ട് കൊടുക്കുന്നത് എങ്ങനെ, ഓക്കെ, നെഗറ്റീവ് എൻഡ് വരേണ്ടത് ഷുഡ് ബി നിയർ ദ വെൽസ്. അവിടെ ആയിരിക്കണം നമ്മൾ കാഥോഡിനെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നെഗറ്റീവ്. സോ നെഗറ്റീവ് ഈസ് കാഥോഡ് എൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ കാറ്റയോൺ പോസിറ്റീവ് അല്ലേ, ഇത് ആനയോൺ അല്ലേ നെഗറ്റീവ്. അപ്പം ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവ് ആണ്, അങ്ങനെ ഓർത്ത് വെക്കാൻ പാടില്ല. അത് എപ്പോഴും നോക്കി വെച്ചോണം. കാഥോഡ് പോസിറ്റീവ് ആണ്, സോറി കാറ്റയോൺ പോസിറ്റീവ് ആണ്, കാഥോഡ് എന്താണ്, നെഗറ്റീവ് ആണ്. അതൊരിക്കലും മാറിപ്പോയത്, അത് തിരിച്ചാണ് എന്നുള്ള കണക്കിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് കാഥോഡെ, അപ്പൊ ആനോഡ് ഷുഡ് ബി ഒബ്വിയസ്ലി എന്തായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടുത്തെ പ്ലേസിങ്. പോസിറ്റീവ് എൻഡ് എന്നുള്ളത് ഇതിന്റെ വെല്ലിന്റെ നേരെ ഓപ്പോസിറ്റ്. ലെഫ്റ്റ് സൈഡിലാണ് വെല്ല് വരുന്നതെങ്കിൽ അവിടെ എന്ത് വരണം, കാഥോഡ് ആണ്, അതായത് നെഗറ്റീവ് എൻഡ് വരണം. കാരണം DNA നെഗറ്റീവ് ആണ്. നെഗറ്റീവ് അവിടെ ഉണ്ട്, അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവയ്ക്കണം. കാരണം ഇവിടെ നിന്ന് റിപ്പൾസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ലൈക്ക് പോൾസ് എന്ത് ചെയ്യും, ഇത് റിപ്പൾസ്. അപ്പൊ നമുക്ക് ഇവിടെ നെഗറ്റീവ് സൈഡ്, അതായത് DNA നെഗറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. അപ്പൊ ഇവിടുന്ന് റിപ്പൽ ചെയ്ത് അത് അങ്ങോട്ട് പോകണം, ആ ഒരു ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആനോഡ് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ പോസിറ്റീവ് എൻഡും ഇവിടെ നെഗറ്റീവ് എൻഡും കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ DNA അപ്പോൾ ആ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്ത് പോകുന്നുണ്ട്. മൂവ് ചെയ്ത് പോകുമ്പോൾ വെറുതെ പോവോ ഇല്ല, അവിടെ എന്തുണ്ട്, സീവിങ് എഫക്റ്റ് ഉണ്ട്. സീവിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താവും, അതിങ്ങനെ ചെറിയ ഇങ്ങനെ ചെറുത് വലുത് ചെറുത് വരുന്ന കണക്ക് ഇങ്ങനെ അരിച്ചരിച്ച് പോകും. അപ്പൊ പോകുന്ന സമയത്തിൽ ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്,
ഏറ്റവും ചെറുതായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ദൂരം പോകും, ഏറ്റവും വലുതായിട്ടുള്ളത് ഏറ്റവും അടുത്ത് നിൽക്കും. അതായത് നല്ല കുറച്ച് വളരെ ചെറുതായിട്ടുള്ള സംഭവത്തിന് മാസ് വളരെ കുറേ പെട്ടെന്ന് എന്ത് ചെയ്യും, ഓടി അങ്ങ് പോകും. ഇപ്പൊ നമുക്ക് ഇവിടെ വലുതായിട്ടുള്ള സംഭവം എന്തായിരിക്കും, അതിന് പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാൻ പറ്റില്ല. ആക്ച്വലി ഇപ്പൊ ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ പറ്റാതിരിക്കും, നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പ സംഭവം. ചെറുതായിട്ടുള്ളതുകൊണ്ട് കുറെ പെട്ടെന്ന് അതിന് ഓടിപ്പോയി. ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ കൊണ്ട് ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ സീവിങ് എഫക്റ്റ് ഒക്കെ വന്നാൽ ആ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ അത് ഓടി പെട്ടെന്ന് കുറെ മുന്നിൽ പോകുന്നു ഓർത്ത് വെക്കാം. മറ്റേ വലുതായതുകൊണ്ട് അതിന് പോകാൻ പറ്റില്ല. ആക്ച്വലി അത് തന്നെയാണ് സീവിങ് സംഭവം വരുമ്പോൾ എന്താ സംഭവം, ഈ വലുതിന് മൂവ് ചെയ്യാൻ പറ്റില്ല, തട്ടി നിൽക്കും. ഓക്കെ, അപ്പൊ അരിപ്പയ്ക്കകത്ത് വലിയ സംഭവങ്ങൾ പെട്ടെന്ന് പോകത്തില്ല. അത് തന്നെയാണ് ഇവിടെ, ചെറുതായതുകൊണ്ട് ആ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ ഒക്കെ അത് പോയി അത് മുന്നിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട സ്മോളർ ഫ്രാഗ്മെന്റ്സ് നമുക്ക് എവിടെ കിട്ടും, ആനോഡ് എൻഡിൽ കിട്ടുക. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും എന്ത് കിട്ടുക, സ്മോളർ ബാൻഡ്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ വെല്ലിന്റെ നിയർ വരുന്ന ഏറ്റവും വെല്ലിന്റെ നിയർ വരുന്നതൊക്കെ എന്തായിരിക്കും, ലാർജർ ബാൻഡ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യന്റെ പോയിന്റ് കിട്ടി. നമുക്ക് ഇവിടെ എന്താ, നമുക്ക് ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞത്, ഇപ്പം ഇവിടെ ഒരു പൊസിഷൻ മാർക്ക് ചെയ്യും, ഇവിടെ ഒരു പൊസിഷൻ മാർക്ക് ചെയ്യും. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്ന വിച്ച് എമംഗ് എ ഓർ ബി ഹാസ് ദി സ്മോളർ ബാൻഡ് അല്ലെങ്കിൽ ലാർജർ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരും. സ്മോളർ ബാൻഡ് വെച്ച് നമുക്ക് ഇവിടെ എ അല്ലേ, നമുക്ക് രണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ സ്മോളർ ബാൻഡ്, ഇപ്പുറത്ത് വരുമ്പോൾ ലാർജർ ബാൻഡ്. അത് എപ്പോഴും നോക്കിയിരിക്കും ആനോഡ് എൻഡിൽ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇവിടെ തിരിഞ്ഞു വരും. നമ്മളിപ്പോൾ ബുക്കിനകത്ത് നമുക്ക് നോർമലി കൊടുത്തിട്ടുള്ള ഫിഗറാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. കാണാതെ അത് ഓർത്ത് വയ്ക്കുന്നതിനേക്കാളും ബെറ്റർ വേ എന്താ, ആനോഡ് എൻഡിനകത്ത് വരുന്നത് അല്ലെങ്കിൽ വെല്ലിന്റെ ഓപ്പോസിറ്റ് എൻഡിനകത്ത് വരുന്ന അങ്ങേറ്റത്തുള്ളത് വിൽ ബി സ്മോളർ ആൻഡ് ഇങ്ങേറ്റത്തുള്ളത് വിൽ ബി ലാർജർ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പോയിന്റും ആയി. അപ്പം നമുക്ക് ഇവിടെ സംഭവങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടി, ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇവിടെ എന്താ സംഭവം, സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയാൽ പോരല്ലോ, നമുക്കിത് കാണണ്ടേ. നമ്മളിത് കാണുമ്പോൾ ആക്ച്വലി DNA അതിനൊരു കൈൻഡ് ഓഫ് പെയിൽ എല്ലോ പോലത്തെ ഒരു കളറാണ്. നമുക്ക് അതിനെ അങ്ങനെ ക്ലിയർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിസിബിളായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പൊ ഇതൊരു മെട്രിക്സിനകത്ത് കിടക്കുക, നമ്മൾ അതിനെ അവിടെ നിന്ന് എടുക്കണം. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്, നമ്മൾ എന്ത് പറയുക, ഈ ഇപ്പൊ നമുക്കിപ്പം ഈ എറ്റിലുള്ള ഈ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എൻഡിനെ ഞാൻ എന്ത് ഇങ്ങനെ കട്ട് ചെയ്ത് അതിനങ്ങ് എടുക്കും. ആ കട്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എല്യൂഷൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അവിടെ നിന്നായി. ഓക്കെ, എല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് യൂസ് ചെയ്തിട്ടാണ്, എല്യൂഷൻ ഇസ് എ പ്രോസസ് വേർ ഇൻ ബി cut in and remove the DNA fragment that we want along with the മെട്രിക്സ് എലോങ് ആണ്. നമുക്ക് അതല്ലാതെ എടുക്കാൻ പറ്റത്തില്ല, കാരണം മെട്രിക്സിലാണ് അത് ഇരിക്കുന്നത്. നമുക്ക് അതിനെ പിക്ക് ചെയ്തെടുത്താൽ DNA എന്തായി പോകും, നശിച്ചു പോകും. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുക, എല്യൂഷൻ. ഇനി നമ്മൾ എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് കാണണം, നമുക്ക് വിസിബിളി കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സംഭവമാണ്, നമ്മൾ എന്ത് ചെയ്യും, ആഡ് ഇറ്റ് വിത്ത് എഥീഡിയം ബ്രോമൈഡ് ആൻഡ് നമ്മൾ അതിന് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ആഡ് ചെയ്തതിന് ശേഷം ഈ എഥീഡിയം ബ്രോമൈഡ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ UV റേയിലേക്ക് അതിനെ കാണിക്കും. UV റേസ് കാണിച്ചാൽ നമുക്ക് ഇതിന് ഒരു ഈ പറയുന്ന ഫ്രാഗ്മെന്റിനെ, നമ്മൾ കാണിച്ച ഫ്രാഗ്മെന്റിനെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ബ്രൈറ്റ് ഓറഞ്ചിൽ കിട്ടും. ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ. 3 ക്വസ്റ്റ്യൻ ആണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് നമുക്ക് വരാൻ പറ്റും. ഏത് റേ ആണ് യൂസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ വരാം, എന്താണ് നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത്, എന്ത് കെമിക്കലായി യൂസ് ചെയ്യുന്ന വരാം, എന്ത് കളറിലാണ് നമുക്ക് കാണുന്നത് വരും. ചിലപ്പോൾ ഇത് 3 ചേർന്ന ഒരു ക്വസ്റ്റ്യൻ വരാം, ചിലപ്പോൾ ഇത് 2 ഒരു ക്വസ്റ്റ്യൻ വരാം, ഇത് അടുത്ത ക്വസ്റ്റ്യൻ വരാം. ഇത് എപ്പോഴും കാണുന്ന ഒരു MCQ പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നീറ്റിനകത്താണെങ്കിലും അതേപോലെ +2-കാത്താണെങ്കിൽ വരുന്നത്. കാരണം എഥീഡിയം ബ്രോമൈഡ് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. വേറെ എന്തെങ്കിലും എഥീഡിയം ബ്രോമൈഡ്, എഥീഡിയം ക്ലോറൈഡ് ഇടാം, അയഡ് ഇടാം, അങ്ങനെ ഇട്ടാൽ നമുക്ക് അതല്ല, നമുക്ക് എന്താ എഥീഡിയം ബ്രോമൈഡ് ആണ്. അതേപോലെ UV റേസ് വരെ എന്ത് റേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്റേ അങ്ങനെയൊക്കെ നോക്കുന്ന കൺഫ്യൂസ് ആവാം. എന്താ ചെയ്യേണ്ട, UV റേസ് ഇടേണ്ട കളർ എന്താണ്, ബ്രൈറ്റ് ഓറഞ്ച് കളറിലായിരിക്കും നമുക്ക് ആ ബാൻഡ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ സിമ്പിളായിട്ട് എന്താ, നമുക്കൊരു മെട്രിക്സ് ഉണ്ട്, മെട്രിക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, DNA ഫ്രാഗ്മെന്റ്സ് ഇടുന്നുണ്ട്, കറണ്ട് കൊടുക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. സ്മോളസ്റ്റ് ആയിട്ടുള്ളത് ഒരുപാട് ദൂരം മൂവ് ചെയ്യും, ലാർജസ്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും, ഇപ്പുറത്ത് കിടക്കും, സ്മോളസ്റ്റ് ആയിട്ടുള്ളത് അങ്ങറ്റം പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അവിടെ എങ്ങനെയാണ് അത് അങ്ങോട്ട് വരെ പോകുന്നത്, സീവിങ് എഫക്റ്റ് ഉണ്ട്, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്, ആനോഡ് എൻഡിലേക്ക് പോകും, കാരണം DNA നെഗറ്റീവ് ആണ്. അപ്പോൾ അതെന്ത് പോസിറ്റീവിലേക്ക് പോകും. പിന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കണ്ടത്, പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് എല്യൂഷൻ. അങ്ങനെ എടുത്ത ശേഷം നമുക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എഥീഡിയം ബ്രോമൈഡ് ആഡ് ചെയ്ത് UV റേസിനകത്ത് ഇട്ട് കണ്ടാൽ നമുക്ക് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ബേസിക്കലി എന്ത് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുള്ളത്. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് ടോപ്പിക്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതിനെപ്പോലെ ഫർദർ ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും വേണം, അതേപോലെ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് എടുത്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഏതെങ്കിലും സംഭവം ഇനിയും ക്ലാരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിനകത്ത് അറിയിക്കുക. സോ യെസ്,
അപ്പോൾ അണ്ടിൽ ദെൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ഇറ്റ്സ് മീ രഗൻ സൈനിങ് ഓഫ് ആൻഡ് യു ആർ വാച്ചിങ് റീച്ച് ലേണിംഗ് ഗെറ്റ്സ് ആൻഡ് ബൈ.